മലയാളത്തിലെ ഏറ്റവും മികച്ച സംവിധായകരിൽ ഒരാളാണ് ഫാസിൽ. മണിച്ചിത്രത്താഴ്, നോക്കത്താ ദൂരത്ത് കണ്ണും നട്ട്, എൻ്റെ മാമാട്ടിക്കുട്ടിയമ്മയ്ക്ക്, മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ, മണിമത്തൂരിലെ 1000 ശിവരാത്രികൾ, പപ്പയുടെ സ്വന്തം അപ്പൂസ്, അനിയത്തിപ്രാവ്, ഹരികൃഷ്ണൻസ് തുടങ്ങി നിരവധി മികച്ച ചിത്രങ്ങളാണ് ഫാസിലിൻ്റെതായി മലയാളത്തിൽ പുറത്തിറങ്ങിയിട്ടുള്ളത്. ഹേമന്ത് മേനോൻ, ശിവദ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി 2011 പുറത്തിറക്കിയ ലിവിങ് ടുഗദർ ആണ് ഫാസിലിൻ്റെതായി അവസാനം പുറത്തിറങ്ങിയ ചിത്രം. അതേസമയം ഫാസിലിൻ്റെ ഏറ്റവും പുതിയ ചിത്രത്തിൻ്റെ തിരക്കഥ രചന പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നെന്നും കണ്ണേട്ടൻ്റെ, മണിച്ചിത്രത്താഴ്, ഹരികൃഷ്ണൻസ് തുടങ്ങി ചിത്രങ്ങൾക്ക് തിരക്കഥ എഴുതിയ മധു മുട്ടമാണ് ഫാസിലിൻ്റെ പുതിയ ചിത്രത്തിൻ്റെ സഹരചയിതാവ്. 75-ാം വയസ്സിൽ ഒരു സിനിമ സംവിധാനം ചെയ്യുമ്പോൾ സമകാലിക സിനിമയെപ്പറ്റി നല്ല ധാരണ വേണം. തിയേറ്ററിലെ ആദ്യ പ്രേക്ഷകരായ ചെറുപ്പക്കാർക്ക് സിനിമ ഇഷ്ടപ്പെടണത്തെ വലിയ വെല്ലുവിളി. അവരാണ് കുടുംബങ്ങളെ തിയേറ്ററിൽ എത്തിക്കേണ്ടത്. യുവജനങ്ങൾ ലിഫ്റ്റ് ചെയ്ത സിനിമ ആഘോഷിക്കാൻ കുടുംബങ്ങൾ വരുന്നു എന്നതാണ് സത്യം. ചിത്രത്തിൽ ഒരു ചാൻസ് തരണമെന്ന് ഫഹദ് മധുവിനോട് പറഞ്ഞിട്ടുണ്ട് എന്നാണ് മനോരമയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ ഫാസിൽ പറഞ്ഞത്. എന്തായാലും പുതിയ ചിത്രത്തിന്റെ മറ്റ് വിവരങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.